അമ്മ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അർത്ഥവത്തായ വാക്ക്. ഒരു സ്ത്രീയുടെ ജന്മം പൂർത്തിയാവുന്നത് ഒരമ്മയാവുന്നതിലൂടെയാണ്. അതിനവർ കൊടുക്കുന്ന വില ഒരളവുകോലിനും അളക്കാൻ കഴിയാത്തതും. देखो चांद भी है आया झूमने, आया मस्ती में गोल गोल घूमने की। आज रमझट है, रंगत है, सखियों की संगत है, मन में हरख न मायो जल से की आई रात है। रंगीला मारा नाच, रंगीला मारा नाच, सवेरे गाए साथ में, रंगीला मारा नाच। संगत है, मन में हरख न मायो जल से की आई रात है। रंगीला मारा नाच, रंगीला मारा नाच, रंगीला मारा नाच, रंगीला मारा नाच, सवेरे गाए साथ में, रंगीला मारा नाच। അയ്യോ, കൊച്ചിനെ അങ്ങനെ പിടിക്കല്ലേ. നിനക്കിനി കൊച്ചിനെ എടുക്കാനും പഠിപ്പിച്ചു തരണോ ഞാൻ? കൊച്ചിനെ മുലപ്പാൽ തന്നെ കൊടുക്കണം. എന്തിനായി കുപ്പിപ്പാൽ കൊടുക്കുന്നത്? കുപ്പിപ്പാൽ കൊടുക്കുന്നത് കൊള്ളില്ല. ഓ, നിന്റെ സൗന്ദര്യം പോകുമെന്ന് കരുതിയാണോ? ഞാൻ പ്രസവിച്ച് കിടന്നപ്പോ കൊച്ചിന്റെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം നോക്കണമായിരുന്നു. എനിക്കിപ്പോ അതൊന്നുമില്ലല്ലോ. ഇത് സുഖം കൂടിപ്പോയിട്ടാ. माई तेरी चुनरिया लहराए, जीना 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 रे उड़ा गुलाल। माई तेरी चुनरिया लहराए, रंग तेरी रीत का, रंग तेरी प्रीत का, रंग तेरी जीत का है लाई लाई लाई। रंग तेरी रीत का, रंग तेरी प्रीत का, माई तेरी चुनरिया लहराए। കൊച്ചെന്തിനാ ഇങ്ങനെ കരയുന്നത്? അപ്പോഴേ നിന്നോട് പറഞ്ഞതാ കുപ്പിപ്പാല് കൊടുക്കരുതെന്ന്. അതിന് വയറുവേദന എടുക്കുന്നുണ്ടാകും. അതിനെ ഒന്ന് എടുത്തേ. ഓപ്പിലെ മൊബൈലും കണ്ടോണ്ടിരിക്കുന്നു. जीना जीना रे उड़ा गुलाल, माई तेरी चुनरिया लहराई। रंग तेरी रीत का, रंग तेरी प्रीत का, माई तेरी चुनरिया लहराई। പണ്ടാരും എന്തിങ്ങനെ കിടന്ന് കരയുന്നത്? വിശക്കുന്നില്ല, വേദനിക്കുന്നില്ല, എടുക്കുമ്പോൾ കരച്ചിൽ നിർത്തുന്നു. എനിക്ക് വയ്യാണ്ടായി. ഇതിന് അയ്യോ ദൈവം, ഞാൻ എന്തായി ചിന്തിക്കുന്നത്? എൻ്റെ കുഞ്ഞ്, ഞാൻ ഒരു വൃത്തികെട്ട അമ്മയാ. അതുകൊണ്ടല്ല ഇങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ ഇത് ആരോടൊന്നും പറയാ? എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല, എല്ലാവർക്കും ഒരു ഭാരം. ഇതെന്താ ആരും എന്നെ മനസ്സിലാക്കാത്ത? അപ്പൊ ഇതെന്റെ പ്രശ്നം. ഞാനങ്ങ് മരിച്ചാലോ? പ്രശ്നങ്ങളെല്ലാം അതോടെ തീരില്ലേ? जो उठेगा धड़ से कटेगा, कहाँ पे छिपेगा, कहाँ पे बचेगा। बात बात पर है घात, मौत की बिछी भी साथ। उठा तो गिरेगा, गिरा तो चिरेगा, छिपा तो मिलेगा,
പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഒരു മിഥ്യയല്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ കണക്ക് പ്രകാരം പ്രസവിക്കുന്ന ഓരോ 4ാമത്തെ സ്ത്രീയിലും പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുണ്ട്. ഗർഭാവസ്ഥയിലും അതുപോലെ പ്രസവത്തിലൂടെ കടന്നു പോകുന്ന ഓരോ സ്ത്രീ ശരീരത്തിലും ഹോർമോണുകളുടെ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. ഇതൊരു രോഗമല്ല, രോഗാവസ്ഥയാണ്. ആളുകൾക്ക് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവണം. ഗർഭാവസ്ഥയിലും അതുപോലെ പ്രസവത്തിന് ശേഷവും ഒരു നവജാത ശിശുവിനെ പരിചരിക്കുന്നത് പോലെ ആ അമ്മയെയും പരിചരിക്കാൻ നമ്മൾ കഴിവതും പരിശ്രമിക്കണം. കൂടുതലായി അവരുടെ കുടുംബവും സുഹൃത്തുക്കളും. അങ്ങനെയെങ്കിൽ പല ജീവിതങ്ങളിലും പ്രകാശമാവാൻ നമുക്ക് കഴിയും.